വൃഷണവും അണ്ഡാശയവും. അണ്ഡാശയവും വൃഷണവും ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളാണ് പുരുഷന്മാരിൽ വൃഷണവും സ്ത്രീകളിൽ അണ്ഡാശയവും. ചിത്രം നോക്കിയേ, ഇതാണ് വൃഷണം അഥവാ ടെസ്റ്റിസ്. രണ്ട് ജോഡിയായിട്ടാണ് കാണപ്പെടുന്നത്. പുരുഷന്മാരുടെ ശരീരത്തിന് പുറത്തായിട്ടാണ് വൃഷണങ്ങൾ കാണപ്പെടുന്നത്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ. എന്താണ് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ? ആൺകുട്ടികളില് പ്രായപൂർത്തിയാകുന്ന ടൈമില് ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗികാവയവങ്ങളുടെ വളർച്ച, ഇങ്ങനെയുള്ള സവിശേഷതകളെയാണ് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ബീജോൽപാദനത്തെ നിയന്ത്രിക്കുന്നതും ടെസ്റ്റോസ്റ്റിറോൺ ആണ്. പുരുഷ ലൈംഗിക ഹോർമോണുകളെ ആൻഡ്രോജൻ എന്ന് പറയാറുണ്ട്. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്, അതിലൊന്നാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാലും ശരിയാണ്, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ എന്താണ് മുഖ്യമായ ലൈംഗിക സവിശേഷത? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, സെക്സ് ഡിഫറൻസിയേഷന് സഹായിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. സ്ത്രീകളിൽ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് അണ്ഡാശയങ്ങൾ, ഓവറി. അണ്ഡാശയങ്ങളും ജോഡിയായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഇതാണ് അണ്ഡാശയങ്ങൾ. ഈ ഭാഗത്താണ് അണ്ഡകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ അണ്ഡകോശങ്ങൾ ഈ ഒരു ട്യൂബ് വഴിയാണ് പുറത്തേക്ക് വരുന്നത്. ഈ ട്യൂബിനെ ഫലോപ്പിയൻ ട്യൂബ്, അണ്ഡവാഹി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും എന്തിനാണ് സഹായിക്കുന്നത്? ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ഡോൽപാദനം, ആർത്തവ ചക്രം എന്നിവയുടെ നിയന്ത്രണം ആർക്കാണ്? ഈസ്ട്രജൻ. ആൺകുട്ടികളിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ പോലെ തന്നെ പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും. പെൺകുട്ടികളുടെ രോമ വളർച്ച, ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ആകുക, ആർത്തവ ചക്രം തുടങ്ങുക. നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഓവറിക്കുള്ളിലാണ് അണ്ഡകോശങ്ങൾ ഉള്ളത് എന്ന്. ഈ അണ്ഡകോശങ്ങൾ കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോഴാണ് മെച്യൂർ ആകുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ആർത്തവം എന്ന് പറയുന്നത്. ഈ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ ആണ്. താളക്രമമായ ശരീരപ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ആളാണ് മെലാറ്റോണിൻ. ആർത്തവ ചക്രം, ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ഡോൽപാദനം എന്നിവയുടെ നിയന്ത്രണം ഈസ്ട്രജൻ ആണ് നിർവഹിക്കുന്നത്. പ്രൊജസ്റ്ററോണും അണ്ഡോൽപാദനവും ആർത്തവ ചക്രവും നിയന്ത്രിക്കുന്നുണ്ട്. പ്രൊജസ്റ്ററോണും ഈസ്ട്രജനും കൂടെ ചേർന്നിട്ടാണ് അണ്ഡോൽപാദനം, ആർത്തവ ചക്രം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത്. എന്നാൽ പ്രൊജസ്റ്ററോണിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. എന്താണത്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ. മനുഷ്യരില് ബീജസംയോഗം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ അണ്ഡവാഹി കുഴലുകളിലാണ്. പിന്നീട് ഈ എംബ്രിയോ ഈ ഗർഭാശയത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഗർഭാശയം. ഇവിടെ ആ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. പുരുഷന്മാരില് വൃഷണം ശരീരത്തിന് പുറത്താണ്, എന്നാൽ സ്ത്രീകളിലെ അണ്ഡാശയങ്ങൾ ശരീരത്തിനുള്ളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തുടങ്ങുന്നു. എന്നാൽ ഈസ്ട്രജൻ കുട്ടി ജനിച്ചതിന് ശേഷം മുതലാണ് സെക്രീറ്റ് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുന്നത്. പ്രൊജസ്റ്ററോൺ പ്രായപൂർത്തിയായതിനു ശേഷമാണ് പ്രൊജസ്റ്ററോണിന്റെ സെക്രീഷനും പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നത്. അതായത് മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിയതിന് ശേഷമാണ് പ്രൊജസ്റ്ററോൺ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളാണ് പുരുഷന്മാരിൽ വൃഷണം, സ്ത്രീകളിൽ അണ്ഡാശയം. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ. എന്താണ് പ്രധാന ധർമ്മങ്ങൾ? സെക്സ് ഡിഫറൻസിയേഷൻ, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയൽ, ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോഴുള്ള ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്നീ ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം,
ബീജോത്പാദനത്തിന്റെ നിയന്ത്രണം ഇതെല്ലാം നിർവഹിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് അണ്ഡാശയം അഥവാ ഓവറി. ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈസ്ട്രജന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതായത് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണം. പ്രൊജസ്റ്ററോൺ അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്നതിന് ഈസ്ട്രജനോടൊപ്പം തന്നെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണവും നടത്തുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ ഏകദേശം 8-9 വീക്ക് ആകുമ്പോൾ തന്നെ, കുട്ടി ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ 8-9 വീക്ക് ആവുമ്പോൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രവർത്തനവും ആരംഭിക്കുന്നുണ്ട്. എന്നാൽ ഈസ്ട്രജൻ കുട്ടി ജനിച്ചതിന് ശേഷമാണ് പ്രവർത്തിക്കുന്നത്. പ്രൊജസ്റ്ററോൺ മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവചക്രം തുടങ്ങിയതിന് ശേഷമാണ് സെക്രീറ്റ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വൃഷണങ്ങൾ ശരീരത്തിന് പുറത്താണ് കാണപ്പെടുന്നത്, അണ്ഡാശയങ്ങൾ ശരീരത്തിനുള്ളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി പാൻക്രിയാസ്, തൈമസ്, വൃഷണം, ആൻഡ്രോജൻ. പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് വൃഷണം അഥവാ ടെസ്റ്റിസ്. 2, സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അല്ലാത്തത്. 1 ഈസ്ട്രജൻ, 2 ടെസ്റ്റോസ്റ്റിറോൺ, 3 പ്രൊജസ്റ്റിറോൺ. 2 മാത്രം, 1 2, 2 3, 1 3. സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അല്ലാത്തത്. ഈസ്ട്രജൻ സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ടെസ്റ്റോസ്റ്റിറോണോ പുരുഷന്മാരിലാണ്. പ്രൊജസ്റ്റിറോൺ സ്ത്രീകളിലാണ്. സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അല്ലാത്തത് ടെസ്റ്റോസ്റ്റിറോൺ മാത്രമാണ് അല്ലെ. അപ്പോ 2 മാത്രം. ഓക്കെ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ, ആൻഡ്രോജൻ, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. ഓക്സിറ്റോസിൻ എന്തിനാണ് സഹായിക്കുന്നത്? ഗർഭാശയ പേശികളെ, മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. ആൻഡ്രോജൻ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഈസ്ട്രജൻ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്നു. പ്രൊജസ്റ്റിറോൺ ആണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോണിന്റെ ധർമ്മത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? പുരുഷന്മാരിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ നിയന്ത്രിക്കുന്നു, ബീജോൽപാദനം നിയന്ത്രിക്കുന്നു, ആർത്തവചക്രത്തിന്റെ നിയന്ത്രണം, പുരുഷന്മാരിൽ പേശീമാസും ബലവും നിയന്ത്രിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോണിന്റെ ധർമ്മത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവനകൾ നോക്കാം. പുരുഷന്മാരിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ നിയന്ത്രിക്കുന്നു, ശരിയാണല്ലേ, ഉൾപ്പെടുന്നതാണ്. ബീജോൽപാദനം നിയന്ത്രിക്കുന്നു, അതും ഉൾപ്പെടുന്നതാണ്. ആർത്തവചക്രത്തിന്റെ നിയന്ത്രണം ഒരിക്കലും അല്ല അല്ലേ. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് പുരുഷ ലൈംഗിക ഹോർമോൺ ആണ്. പുരുഷ ലൈംഗിക ഹോർമോണും ആർത്തവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പുരുഷന്മാരിൽ പേശീമാസും ബലവും നിയന്ത്രിക്കുന്നു, അതും ശരിയാണ്. ആർത്തവചക്രത്തിന്റെ നിയന്ത്രണമാണ് ഉൾപ്പെടാത്ത പ്രസ്താവന. എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്നും നമുക്ക് മനസ്സിലായി എന്താണ് ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നതിൽ ഹോർമോണുകൾക്ക് വലിയ പങ്കുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങളുടെ സമസ്ഥിതി നിലനിർത്തുന്ന രാസ സന്ദേശങ്ങളാണ് ഹോർമോണുകൾ. ജന്തുക്കളിൽ നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവി വ്യവസ്ഥയുടെയും ഒത്തു ചേർന്നുള്ള പ്രവർത്തനമാണ് ആന്തര സമസ്ഥിതി ഉറപ്പുവരുത്തുന്നത്. ആന്തര സമസ്ഥിതി ഹോമിയോസ്റ്റാസിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഉറപ്പുവരുത്തുന്നത് ആരൊക്കെ ചേർന്നുള്ള പ്രവർത്തനമാണ്? അന്തസ്രാവി വ്യവസ്ഥയും നാഡീവ്യവസ്ഥയും. ഇവരൊത്തു ചേർന്നുള്ള പ്രവർത്തനമാണ് ആന്തര സമസ്ഥിതി നമ്മുടെ ശരീരത്തിൽ ഉറപ്പുവരുത്തുന്നത്. ഇത്രയും നേരം നമ്മൾ
മനുഷ്യരുടെ ഹോർമോണുകളെ കുറിച്ചല്ലേ പഠിച്ചത്. ഇനി നമുക്ക് ഫിറമോണുകൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഫിറമോണുകൾ? ആശയവിനിമയത്തിനുതകുന്ന രാസസന്ദേശങ്ങൾ. നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരി വരിയായി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ് ഇതിന് കാരണം. ഇത്തരത്തിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ. ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനിയായി ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ്. അപ്പോൾ ഉറുമ്പ്, ചിതല്, തേനീച്ച ഇതിനൊക്കെ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നതിനും ജന്തുക്കൾ തന്നെ ഇണയെ ആകർഷിക്കാനും ഭക്ഷണത്തിന്റെ ലഭ്യത അറിയാനും സഞ്ചാരപാത അറിയാനും അപകട സാധ്യത അറിയാനും ഒക്കെ പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ. ഇനി ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ ഫിറമോണുകളെ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ട് കാർഷിക മേഖലയിൽ കീടനിയന്ത്രണം ഒക്കെ അവലംബിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് ഹോർമോണുകൾ, രാസാഗ്നികൾ, പെപ്റ്റൈഡുകൾ, ഫിറമോണുകൾ. നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് ഫിറമോണുകൾ. ഫിറമോണുകൾക്ക് ഉദാഹരണമാണ് കസ്തൂരി, സിവറ്റോൺ, ബോംബിക്കോൾ. ഇതെല്ലാം ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. ഇതെല്ലാം അല്ലേ, കസ്തൂരിയും സിവറ്റോണും ബോംബിക്കോളും എല്ലാം ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. കസ്തൂരി കസ്തൂരിമാന്റെ ഫിറമോണാണ്. സിവറ്റോൺ എന്ന് പറയുന്നത് വെരുക് എന്ന് പറയുന്ന മൃഗത്തിന്റെ ഫിറമോണാണ് സിവറ്റോൺ. പെൺ പട്ടുനൂൽ ശലഭത്തിന്റെ ഫിറമോണാണ് ബോംബിക്കോൾ. ഓക്കെ, ഇനി നമുക്ക് സസ്യ ഹോർമോണുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സസ്യങ്ങളിലും ഹോർമോണുകൾ. സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ്. ഇവ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സസ്യങ്ങളിലും ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ്. ഈ സസ്യ ഹോർമോണുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ധർമ്മം എന്താണെന്നും നോക്കാം. ഓക്സിൻ കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ്, സസ്യ ഹോർമോണാണ് ഓക്സിൻ. കോശത്തിന്റെ വളർച്ചയ്ക്ക്, കോശത്തിന്റെ ദീർഘീകരണത്തിന്, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. സൈറ്റോകിനിൻ കോശവളർച്ച, കോശവിഭജനം, കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്നതാണ് സൈറ്റോകിനിൻ. കോശവളർച്ചയ്ക്ക് ഓക്സിനും സഹായിക്കുന്നുണ്ട്, സൈറ്റോകിനും സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് സൈറ്റോകിനിൻ ചെയ്യുന്ന ധർമ്മം എന്താണ്? കോശവിഭജനം, കോശവൈവിധ്യവൽക്കരണം. ഇത് നടത്തുന്നത് സൈറ്റോകിനിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോണാണ്. ഇനി നോക്കിയേ, ജിബറലിൻ എന്നൊക്കെ പറയാറുണ്ട്. സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു ഇലവിരിയൽ. വിത്ത് മുളച്ച് ഇങ്ങനെ ഇല വിരിഞ്ഞു വരുന്ന സസ്യം വളരുന്നതിനാവശ്യമായിട്ടുള്ള സസ്യ ഹോർമോണാണ് ജിബറലിൻ. ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനും ഇല വിരിയാനും സഹായിക്കുന്നു. അബ്സിസിക് ആസിഡ് ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയൽ. അപ്പോൾ സസ്യങ്ങളിൽ പാകമായ ഇലകളും കായ്കളും ഒക്കെ പൊഴിയാൻ സഹായിക്കുന്ന ഒരു സസ്യ ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. എത്തിലിൻ വാതകരൂപം. ഇപ്പോൾ എത്തിലിൻ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏതാണ്? എത്തിലിൻ ആണ്. എത്തിലിൻ ഇലകളും ഫലങ്ങളും പാകമാകൽ, കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും
പൊഴിയൽ. ഇപ്പോൾ ഇലകളും ഫലങ്ങളും ഒക്കെ പാകമാകാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എത്തിലിൻ എന്ന് പറയുന്നത്. എതിലിന്റെ അളവ് കൂടിയാൽ ഇലകളും പഴങ്ങളും എല്ലാം പൊഴിഞ്ഞു പോകും. ഓക്കെ അല്ലേ? ഓക്സിൻ, സൈറ്റോകിനിൻ, ജിബെർലിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ എന്നിവയാണ് സസ്യ ഹോർമോണുകൾ. ഓക്സിൻ എന്തിനാണ് സഹായിക്കുന്നത്? കോശവളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, അതായത് കാണ്ഡത്തിന്റെ വളർച്ച, ഫലരൂപീകരണം, ഫലങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഓക്സിൻ. സൈറ്റോകിനിൻ കോശ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയാണ് സൈറ്റോകിനിന്റെ ധർമ്മം. ജിബെർലിൻ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു, ഇല വിരിയാൻ സഹായിക്കുന്നു. അബ്സസിക് ആസിഡ് ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയുന്നതിന് സഹായിക്കുന്നു. എത്തിലിൻ ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കുന്നു, വാതക രൂപത്തിൽ കാണപ്പെടുന്നു. കൂടിയ അളവിലായാൽ ഇലകളും ഫലങ്ങളും എല്ലാം പൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു. ഇത്രയുമാണ് സസ്യ ഹോർമോണുകൾ. ഇനി ഈ സസ്യ ഹോർമോണുകളെ തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള സസ്യ ഹോർമോണുകളുടെ രാസഘടന മനസ്സിലാക്കിയിട്ട് അതുപോലെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നു. ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി. ഇത്തരത്തിലുള്ള ചില കൃത്രിമ സസ്യ ഹോർമോണുകൾ പരിചയപ്പെടൂ. ഓക്സിനുകൾ, കൃത്രിമമായിട്ട് ഓക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാൻ, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നു. ഓക്സിനുകൾ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, ഇത് തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ ഓക്സിനാണ് NAA1 നാഫ്തലിൻ അസറ്റിക് ആസിഡ് എന്ന് പറയും. അത് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്ന ഒരു കൃത്രിമ ഓക്സിനാണ്, കൃത്രിമ സസ്യ ഹോർമോൺ ആണ്. ഇനി വേര് മുളപ്പിക്കുന്നതിന് സഹായിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ആണ് IBA, ഇൻഡോൾ 3 ബ്യൂട്ടറിക് ആസിഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. കളകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ ഓക്സിനാണ് 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ്, 2,4-D എന്ന് പറയും. ഇതെല്ലാം കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ജിബെർലിനുകൾ മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നു. എത്തിലിൻ നമ്മൾ പറഞ്ഞു വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ ആണ്. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു. പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യ ഹോർമോണാണ് എത്തിലിൻ. എത്തിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലിനായി മാറി റബ്ബറിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എത്തിലിൻ വാതക രൂപത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ കംപ്രസ് ചെയ്ത് എത്തിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിലാണ് ലഭിക്കുന്നത്. ഈ പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കും. അപ്പോൾ ഇതെന്തായി മാറും? എത്തിലിനായിട്ട് മാറും. എന്നിട്ട് റബ്ബറിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അബ്സസിക് ആസിഡ് പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നു. അപ്പൊ അബ്സസിക് ആസിഡ് കൃത്രിമമായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താനായിട്ട്. ഫലങ്ങളിൽ വിത്തില്ലാതാക്കുന്നതും ഹോർമോണുകളാണ്. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ വിത്തില്ലാത്ത ഒരുപാട് ഫലങ്ങള്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? കൃത്രിമമായിട്ട് ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ ഉപയോഗിച്ചാണ് ഈ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. ബീജസംയോഗം നടന്നിട്ടാണ് സാധാരണ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, എന്നാൽ ബീജസംയോഗം നടക്കാതെ അണ്ഡാശയങ്ങൾ നേരിട്ട് ഫലങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. ഇതിന് സഹായിക്കുന്നത് കൃത്രിമ ഓക്സിനാണ്. ജിബെർലിനുകളും പാർത്തനോകാർപ്പിക്ക് കാരണമാവാറുണ്ട്. ജിബെർലിനുകളും പാർത്തനോകാർപ്പിക്ക് സഹായിക്കുന്നുണ്ട്.
കൃത്രിമ ഓക്സിനുകളായ NAA 1 നാഫ്തലിൻ അസറ്റിക് ആസിഡ് എന്നാണ് NAAയുടെ ഫുൾ ഫോം. IBA ഇൻഡോൾ 3 ബ്യൂട്ടറിക് ആസിഡ് എന്നിവ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേരുമുളപ്പിക്കൽ എന്നിവയ്ക്കായും 2,4-D കളനാശിനിയായും ഉപയോഗിക്കുന്നു. 2,4-D ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് കളനാശിനിയായും ഉപയോഗിക്കുന്നു. അപ്പോൾ മനുഷ്യരുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ സസ്യങ്ങളും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ സസ്യ ഹോർമോണുകളാണ്. ഇവയെ അവയുടെ രാസഘടന മനസ്സിലാക്കി കൃത്രിമമായി നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്രിമമായി നിർമ്മിച്ച സസ്യ ഹോർമോണുകൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമാണ്. ഓക്കെ അല്ലേ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകൾ, ഫിറമോണുകൾ, സസ്യ ഹോർമോണുകൾ, സസ്യരാസാഗ്നികൾ. സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകൾ. സസ്യകാണ്ഡത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിൻ, ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ. സസ്യകാണ്ഡത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓക്സിൻ. സസ്യങ്ങളുടെ അസാധാരണ വളർച്ചയ്ക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ സൈറ്റോകിനിൻ, ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്. സസ്യങ്ങളുടെ അസാധാരണ വളർച്ചയ്ക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ ജിബെർലിൻ. ഫലങ്ങൾ പാകമാകുന്നതിന് കാരണമാകുന്ന സസ്യ ഹോർമോൺ ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ. ഫലങ്ങൾ പാകമാകുന്നതിന് കാരണമാകുന്ന സസ്യ ഹോർമോൺ എത്തിലിൻ. വാതക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സസ്യ ഹോർമോൺ ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ. വാതക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സസ്യ ഹോർമോൺ എത്തിലിൻ. തേങ്ങാ വെള്ളത്തിൽ ധാരാളമായി കാണുന്ന സസ്യ ഹോർമോൺ ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്, സൈറ്റോകിനിൻ. തേങ്ങാവെള്ളത്തിൽ ധാരാളമായി കാണുന്ന സസ്യ ഹോർമോൺ സൈറ്റോകിനിൻ. കോശ വിഭജനത്തിനും കോശ വൈവിധ്യവൽക്കരണത്തിനും സഹായിക്കുന്ന സസ്യ ഹോർമോൺ ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്, സൈറ്റോകിനിൻ. കോശ വിഭജനത്തിനും കോശ വൈവിധ്യവൽക്കരണത്തിനും സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകിനിൻ. സസ്യങ്ങളിലെ കൊഴിയൽ പ്രക്രിയ നിയന്ത്രിക്കുന്ന സസ്യ ഹോർമോൺ ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്, സൈറ്റോകിനിൻ. സസ്യങ്ങളിലെ കൊഴിയൽ പ്രക്രിയ നിയന്ത്രിക്കുന്ന സസ്യ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ സൈറ്റോകിനിൻ, ജിബെർലിൻ, ഓക്സിൻ, അബ്സസിക് ആസിഡ്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സസ്യ ഹോർമോണാണ് ജിബെർലിൻ. ബീജസംയോഗം കൂടാതെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയ സ്റ്റെനോസ്പേമോകാർപ്പി, ഹോർട്ടികൾച്ചർ, അപ്പോമിക്സിസ്, പാർത്തനോകാർപ്പി. ബീജസംയോഗം കൂടാതെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. ഒരു കളനാശിനിയാണ് IBA, NAA, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, 2,4-D. ഒരു കളനാശിനിയാണ് 2,4-D. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ഒരു സ്വാഭാവിക ഓക്സിനാണ്. സ്വാഭാവികമായിട്ട് കാണുന്ന ഓക്സിനാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. ഈ 2,4-D എന്ന് പറയുന്നത് 2,4 ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ്. വിയറ്റ്നാം വാർ നടന്നപ്പോ US മിലിറ്ററി ഉപയോഗിച്ച കളനാശിനിയിൽ ഒന്നാണ് ഈ 2,4-D എന്ന് പറയുന്നത്. വേറൊരെണ്ണം കൂടെ ഉണ്ട് 2,4,5 ട്രൈക്ലോറോഫിനോൾ. അവരുടെ ക്രോപ്സും വെജിറ്റേഷനും ഒക്കെ നശിപ്പിക്കാനായിട്ട് US മിലിറ്ററി ഉപയോഗിച്ചതാണ് വിയറ്റ്നാം വാറിൽ. 2,4-Dയും
2,4,5-Tയും 2,4-D എന്ന് പറയുന്നത് 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ്, 2,4,5-T എന്ന് പറയുന്നത് 2,4,5-ട്രൈക്ലോറോഫിനോളും. IBA NAA രണ്ട് കൃത്രിമ ഓക്സിൻ ആണ്. NAA നാഫ്തലിൻ അസറ്റിക് ആസിഡ്, 1 നാഫ്തലിൻ അസറ്റിക് ആസിഡ്, IBA ഇൻഡോൾ 3 ബ്യൂട്ടറിക് ആസിഡ്. NAA ഉപയോഗിക്കുന്നത് ഫലങ്ങൾ അകാലത്തിൽ പൊഴിഞ്ഞു പോകുന്നത് തടയാനാണ്. IBA യൂസ് ചെയ്യുന്നത് വേര് മുളപ്പിക്കലിനൊക്കെയാണ് സഹായിക്കുന്നത്. ഓക്കെ, താങ്ക് യു.